ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് DB വീടുകളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ സെലക്ടറുള്ള ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ടറുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കേണ്ട കണക്ഷൻസ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് വീഡിയോയാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ സെലക്ടറുകളെല്ലാം തന്നെ എല്ലാ സെലക്ടറുകളും അത്യാവശ്യം ഒരു 90% സെലക്ടറിൽ ഓഫ് എന്ന പൊസിഷൻ ഉണ്ടാവും. അതായത് കണ്ടോ, ഓഫ് എന്ന പൊസിഷനിൽ നമുക്ക് സപ്ലൈ പുറത്തേക്ക് ഔട്ട് ലഭിക്കില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 1, 2, 3 എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് 1, 2, 3 എന്ന് എല്ലാ സെലക്ടറിലും കൊടുത്തിട്ടുണ്ടാവും. അത് 3 ഫേസാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 3 ഫേസ് ആയി കഴിയുമ്പോൾ ഒരു ന്യൂട്രും 3 ഫേസുമാണ് വരുന്നത്. അത് ഐസൊലേറ്ററിലേക്ക് വന്നു. ഐസൊലേറ്ററിൽ നിന്ന് RCCB നേരെ വരുന്ന സെലക്ടറുകളിലേക്ക് വരുന്നു. പിന്നെ ഈ പറയുന്ന ഇൻഡിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഓണാക്കി ഇടാം, കറണ്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട്, ഏതൊക്കെ ഫേസാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്ന സെക്ഷനിൽ നേരെ MCB സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് നോക്കുക, എല്ലാ സെക്ഷനിലും ഓരോ സെക്ഷനിൽ ഫസ്റ്റ് ഒന്നിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസ്, രണ്ടാമത്തേലിട്ട രണ്ടാമത്തെ ഫേസ്, അപ്പോൾ രണ്ടാമത്തെ ഫേസായി. അതായത് RYB എന്ന് പറയുന്ന 3 ഫേസുകളാണ് നമ്മൾ സാധാരണ 3 ഫേസിൽ എടുക്കുന്നത്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഫേസ് 1, 2, 3 ഫേസ്. അങ്ങനെ 3 ഫേസാണ് സാധാരണ നമ്മൾ കോമൺലി നമ്മൾ എല്ലാ ഫേസിലും KCB ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 3 ഫേസും നമ്മൾ മാറി മാറി, അതായത് ഒരു ഫസ്റ്റ് റോട്ടറി ഒന്നിൽ, രണ്ടാമത്തെ റോട്ടറി രണ്ടാമത്തേൽ, മൂന്നാമത്തെ റോട്ടറി സ്വിച്ച് മൂന്നാമത്തേൽ, ഇങ്ങനെയാണ് സാധാരണ ഇടേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈക്വൽ ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ എല്ലാ സമയത്തും ഇത് നടക്കണമെന്ന് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഫേസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ ഫേസിൽ സപ്ലൈ പോയി എന്ന് വിചാരിക്കുക. സപ്ലൈ പോയി കഴിഞ്ഞാൽ അത് KCB ലൈൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ഫേസും ഉണ്ടാവും. ആദ്യത്തെ ഫേസിൽ കൊടുത്തിരിക്കുന്ന സെക്ഷനിൽ വരുന്ന സർക്യൂട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീടിൻ്റെ ഏതെങ്കിലും ഒരു പകുതി പോർഷനോ ഏതെങ്കിലും ഒരു പോർഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സെലക്ടറിൻ്റെ ലോട്ടറി സ്വിച്ച് വന്നിട്ട് നമ്മൾ ഏതൊക്കെ ഫേസിലേക്കാണ് ഉള്ളത് അതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിടേണ്ടി വരും. അത് നമ്മൾ ഈക്വൽ ലോഡ് നോക്കിയതിന് ശേഷം കാര്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് വീട്ടിൽ കറണ്ടാണ് ആവശ്യം, അതായത് സപ്ലൈ ഉണ്ടാവും. അതായത് പകുതി സപ്ലൈ ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് 3 ഫേസ് കണക്ഷനുള്ള സമയത്ത് നമ്മൾ TPN DB വെക്കുന്നതിനും പകരം സെലക്ടർ സ്വിച്ച് വെക്കണമെന്ന് പറയാനായിട്ട് മെയിൻ കാരണം. TPN നമ്മൾ DB വെച്ചാൽ ഈ സെലക്ടർ ഉണ്ടാവില്ല. അപ്പോൾ 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ റോട്ടറി ടൈപ്പുള്ള സ്വിച്ചുള്ള ഈ പറയുന്ന ഫേസ് സെലക്ടറുള്ള ഈ 3 റോട്ടറി നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഫേസ് ഒക്കെ ആണെങ്കിൽ, അതായത് സാധാരണ DB വെക്കുകയാണെങ്കിൽ, റോട്ടറി ടൈപ്പ് DB വെക്കുമ്പോൾ നമുക്ക് ഏത് ഫേസിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ സെക്ഷൻ, കറണ്ട് ഇല്ലാത്ത സെക്ഷനിലേക്ക് മാറ്റിയിടാൻ സാധിക്കും. അപ്പോൾ കറണ്ടിൻ്റെ പ്രശ്നം അവിടെ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രമായിട്ട് കറണ്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കറണ്ട് എല്ലാം വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലാ സെക്ഷനിലേക്കും 1, 2, 3 എന്ന് പറയുന്ന ഓരോ സെക്ഷനിലേക്ക് നമുക്ക് മാറ്റി ഈക്വൽ ലോഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈക്വൽ ലോഡ് നമുക്ക് എപ്പോഴും സാധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സെക്ഷനിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ ഏരിയയിൽ ആ ഭാഗം കറണ്ട് ഉണ്ടാവില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാത്റൂമിൽ, റൂമിൽ കറണ്ട് ഉണ്ടാവില്ല, പക്ഷേ കിച്ചണിൽ കറണ്ട് ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് നമുക്ക് റൂമിൽ കറണ്ട് ഉണ്ടാവും, കിച്ചണിൽ കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും റോട്ടറി സ്വിച്ച് മാറ്റി സപ്ലൈ ഉള്ള ലൈനിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഫേസ് DB കണക്ഷൻ എടുക്കുന്ന സമയത്ത് റോട്ടറി ടൈപ്പുള്ള DB വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. TPN DBയും സെലക്ടർ ടൈപ്പ് DBയുടെയും ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.